പ്രിയമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായി 15 നോമ്പ് ആചരിച്ച് ജീവിതത്തിൽ മാതാവിൻ്റെ സുകൃതങ്ങൾ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുന്ന ദിനങ്ങളാണല്ലോ ഇപ്പോൾ. ദൈവമാതാവിലൂടെ യേശുവിലേക്ക് വളരുവാനുള്ള വലിയ നിയോഗവും പ്രേരണയും ഈ കാലഘട്ടത്തിൽ നാം സ്വന്തമാക്കുന്നു. തിരുസഭയിൽ മാതാവിന് വ്യത്യസ്ത തലങ്ങളും വ്യത്യസ്ത വിശേഷണങ്ങളുമാണല്ലോ ഉള്ളത്. ഇത്തരത്തിൽ ഉള്ള ഒരു വിശേഷണമാണ് പരിശുദ്ധ അമ്മ രണ്ടാം ഹവ്വ എന്നുള്ളത്. സഭയിൽ ആദ്യകാലം മുതൽ തന്നെ ദൈവമാതാവിന് ഈ വിശേഷണം നൽകി പോരുന്നു. കന്യകയും മലിനയാവാത്തവളുമായ ഹവ്വ സർപ്പത്തിൻ്റെ വാക്ക് സ്വീകരിച്ച് മരണവും അനുസരണക്കേടും പുറപ്പെടുവിച്ചപ്പോൾ പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വിധേയയായി. ദൈവപിതാവ് രക്ഷാകര പദ്ധതി വാഗ്ദാനം ചെയ്തപ്പോൾ തന്നെ പരിശുദ്ധ മറിയത്തെ രക്ഷകന്റെ അമ്മയായി തിരഞ്ഞെടുത്തു. ഉത്ഭവ പാപം പോലുമില്ലാതെ കറകളഞ്ഞ സ്ത്രീയായി തൻ്റെ ഏകജാതനെ ഉദരത്തിൽ വഹിക്കുവാൻ വാഗ്ദാന പേടകമായി അവിടുന്ന് ഒരുക്കി. ആദ്യ ഹവ്വ അനുസരണക്കേട് മൂലം പറുദീസ നഷ്ടപ്പെടുത്തിയപ്പോൾ രണ്ടാം ഹവ്വയായ പരിശുദ്ധ അമ്മ തന്നെ പൂർണ്ണമായി ദൈവപദ്ധതിക്കായി സമർപ്പിച്ചു. നസ്രത്തിൽ മാതൃസ്നേഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും വിശ്വസ്തതയുടെയും തിരിനാളമായി കത്തിയെരിഞ്ഞ അമ്മ മുറിവിൽ ഒരു തൈലമായി, വീഴ്ചകളിൽ കരബലമായി, ജനനം മുതൽ മരണം വരെയും യേശുവിൻ്റെ ഒപ്പം ഒരു സാന്ത്വനമായി ഉണ്ടായിരുന്നു. ആ അമ്മ നമുക്കും ആശ്രയിക്കാവുന്ന ഒരു ദിവ്യ സങ്കേതമാണ്. ആ അമ്മ നമ്മളോട് കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിന് ആകുലപ്പെടണം, എന്തിനു ഭയപ്പെടണം? ആ അമ്മയ്ക്ക് നമ്മുടെ നൊമ്പരങ്ങൾ കാണാൻ സാധിക്കും. ജീവിതത്തിൽ നിരാശപ്പെടുന്ന ഓരോ മനുഷ്യ മക്കൾക്കും അമ്മ എന്നും താങ്ങും തണലും ആശ്രയവുമായിരിക്കട്ടെ. എല്ലാവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. നമസ്കാരം.